സഭ എന്ന വിഷയം സംബന്ധിച്ചാണ് ഇന്ന് അല്പസമയം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവസഭയെക്കുറിച്ചുള്ള പഠനം സഭാതത്വശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നു. ഇംഗ്ലീഷിൽ ചർച്ച്, അസംബ്ലി, കോൺഗ്രിഗേഷൻ എന്നീ വിവിധ പേരുകളിൽ സഭ അറിയപ്പെടുന്നു. ചർച്ച് എന്ന പദം കിർക്ക് എന്ന സ്കോട്ട്ലാൻഡ് ഭാഷയിലെ പദത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ്. ജർമ്മൻ ഭാഷയിൽ ക്രിച്ചെ എന്ന് പറയുന്നു. ഈ രണ്ട് പദങ്ങളും യഥാർത്ഥത്തിൽ കുര്യാക്കോൺ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. കുര്യാക്കോൺ എന്നതിൻ്റെ അർത്ഥം കർത്താവിനുള്ളത് അഥവാ കർത്താവിൻ്റെ വക എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ സഭയ്ക്ക് മറ്റൊരു പേര് കാണുന്നു, എക്ലേസിയ. ഇത് എക് കലാവോ എന്ന രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നും വന്നിട്ടുള്ളതാണ്. എക് എന്നാൽ പുറത്തേക്ക്, കലാവോ എന്നാൽ വിളിക്കുക, അതായത് പുറത്തേക്ക് വിളിക്കുക എന്നർത്ഥം. ഒരു കൂട്ടത്തിൽ നിന്നും പുറത്തേക്ക് വിളിക്കുക എന്നർത്ഥം. എക്ലേസിയ എന്ന ഗ്രീക്ക് പദമാണ് സഭ എന്നറിയപ്പെടുന്നത്, അതായത് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. പുതിയ നിയമത്തിൽ സഭ എന്ന വാക്ക് വിവിധ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 1. കുറെ ആളുകൾ ഒരുമിച്ച് ഒരിടത്ത് കൂടി വരുന്നത്. 2. രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ കൂടിവരവ്. 3. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ കൂടിവരവ്. 4. ക്രിസ്തുവിൻ്റെ ശരീരം എന്നറിയപ്പെടുന്ന സഭ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിലൂടെയുള്ള പാപമോചനവും വീണ്ടെടുപ്പും നീതീകരണവും വിശ്വാസത്താൽ അവകാശമാക്കി കർത്താവിൻ്റെ വകയായി കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. വീണ്ടും ജനിച്ച ദൈവമക്കൾ മാത്രം സഭയിൽ ഉൾപ്പെടുന്നു. എക്ലേസിയ എന്നത് ഇന്ന് കാണുന്ന ദൈവാലയങ്ങളോ പള്ളികളോ ആരാധനാലയങ്ങളോ അല്ല. കാരണം അത്യുന്നതനായ ദൈവം മനുഷ്യൻ്റെ കൈപ്പണിയായ ഈ സൗധങ്ങളിൽ വസിക്കുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 7:48, 17:24 ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരണവും പാപമോചനവും ലഭിച്ച ഒരു ദൈവവൈതലിൽ ദൈവം വസിക്കുന്നു. അങ്ങനെയുള്ളവരുടെ കൂട്ടമായ ദൈവസഭയിലും ദൈവം വസിക്കുന്നു. വിശ്വാസിയുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് ദൈവവചനം പറയുന്നു. 1 കൊരിന്ത്യർ 3:16, 2 കൊരിന്ത്യർ 6:16. പഴയ നിയമത്തിൽ തേജോമയനായ ദൈവം സമാഗമന കൂടാരത്തിൽ കൃപാസനത്തിന്മേലുണ്ടായിരുന്ന ഷെക്കീന മൂലം ദൈവസാന്നിധ്യം വെളിപ്പെടുത്തി. പുതിയ നിയമത്തിൽ ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ ഇമ്മാനുവേലായി മനുഷ്യരോടൊപ്പം വസിച്ചു. ഇന്ന് പുതിയ നിയമ സഭായുഗത്തിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് പീരിയഡ് വി സീ ഗോഡ് ഡ്വെൽസ് ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ഇസ്രയേൽ. In New Testament period, we see God lives with us, Jesus Christ as Emmanuel. But in the church age, Holy Spirit dwells in the believer. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് രക്ഷണ്യവേല പൂർത്തിയാക്കിയ ശേഷം സ്വർഗാരോഹണം ചെയ്തു. തുടർന്ന് തൻ്റെ സഭയെ ഒരുക്കുവാനായി പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥനെ ഭൂമിയിലേക്ക് അയച്ചു. പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചതും കർത്താവിൻ്റെ വീണ്ടും വരവിൽ എടുക്കപ്പെടുന്നതുമാണ് സഭ. സഭയെ രണ്ടായി തിരിക്കാം. 1. സാർവത്രിക സഭ, യൂണിവേഴ്സൽ ചർച്ച്. സാർവത്രിക സഭയിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും മുൻകാലങ്ങളിൽ മരിച്ചുപോയ രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും ഉൾപ്പെടുന്നു. കർത്താവാണ് രക്ഷിക്കപ്പെടുന്നവരെ സഭയിൽ ചേർക്കുന്നത്. അതായത് സാർവത്രിക സഭയിൽ ക്രിസ്തുവാണ് ദൈവമക്കളെ സഭയുടെ അംഗങ്ങളാക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2:47. പെന്തക്കോസ്ത് നാളിൽ പുതിയ നിയമസഭ രൂപം പ്രാപിച്ചതു മുതൽ കർത്താവിൻ്റെ മധ്യാകാശത്തിലെ വരവ് വരെയുള്ള അഥവാ ഉത്പ്രാപണം വരെയുള്ള സകല രക്ഷിക്കപ്പെട്ടവരും സാർവത്രിക സഭയിൽ ഉൾപ്പെടുന്നു. സാർവത്രിക സഭ നമ്മുടെ നേത്രങ്ങളാൽ കാണാവുന്നതല്ല. ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് പ്രാദേശിക സഭകളിൽ ദൈവത്തെ ആരാധിക്കുന്നവരെല്ലാം സാർവത്രിക സഭയുടെ അംഗങ്ങളാണ്. 2. പ്രാദേശിക സഭ അഥവാ ലോക്കൽ ചർച്ച്. ഇന്ന് ഭൂമിയിൽ ഓരോ സ്ഥലത്തുമുള്ള രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂടിവരവാണിത്. പ്രാദേശിക സഭകൾ ഭരണകാര്യത്തിലും പ്രവർത്തനങ്ങളിലും തികച്ചും സ്വതന്ത്രമാണ്. സഭകളെ ഭരിക്കുവാനായി ഒരു റവറൻഡോ കേന്ദ്ര പാസ്റ്ററോ തിരുമേനിയോ ഉള്ളതായി ദൈവവചനത്തിൽ കാണുന്നില്ല. കൂടാതെ ഈ സഭകൾക്ക് ഭൂമിയിലൊരു കേന്ദ്ര ഭരണസിരാകേന്ദ്രവും ഇല്ല. ഒരു സ്ഥലസഭയ്ക്ക് മറ്റൊരു സ്ഥലസഭയെ ഭരിക്കുവാൻ യാതൊരു അധികാരവും തിരുവചനം അനുവദിക്കുന്നില്ല. എന്നാൽ ഇന്ന് കാണുന്ന സഭാ ഭരണസമിതികളും കേന്ദ്ര നിയന്ത്രണ സംവിധാനങ്ങളും ദൈവവേലക്കാർ എന്ന് പറയുന്നവരെ ശമ്പള വ്യവസ്ഥയിൽ നിയമിക്കുന്നതും അവരുടെ സ്ഥലം മാറ്റങ്ങളും ഒക്കെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. സ്വർഗത്തിൽ അധിവസിക്കുന്ന വീണ്ടെടുപ്പുകാരനും സഭാകാന്തനുമായ ക്രിസ്തുവിൻ്റെ നേരിട്ടുള്ള
നിയന്ത്രണത്തിലാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അടങ്ങിയ ഓരോ പ്രാദേശിക സഭയും. സാർവത്രിക സഭ അദൃശ്യവും സ്ഥലസഭ ദൃശ്യവുമാണ്. പ്രാദേശിക സഭ അഥവാ സ്ഥലസഭ സാർവത്രിക സഭയുടെ ഒരു ചെറിയ ദൃശ്യരൂപമാണ്. തിരുവചനത്തിൽ പുതിയ നിയമസഭയ്ക്കുള്ള പേരുകൾ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. 1. ദൈവസഭ 1 കൊരിന്ത്യർ 10:32, 15:9, 1:2, 11:16. 2. ക്രിസ്തുസഭ മത്തായി 16:18, അപ്പോസ്തലപ്രവൃത്തി 2:47, റോമർ 16:16. 3. വിശുദ്ധന്മാരുടെ സഭ 1 കൊരിന്ത്യർ 14:34. സഭാംഗങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. സ്ഥലസഭകളെ അതാത് സ്ഥലത്തിന്റെ പേരുകൂടെ ചേർത്ത് വിളിച്ചു വന്നു. ഉദാഹരണത്തിനായി കൊരിന്തിലുള്ള ദൈവസഭ 1 കൊരിന്ത്യർ 1:2, ഗലാത്യ സഭ ഗലാത്യർ 1:2, തെസ്സലോനിക്ക സഭ 1 തെസ്സലോനിക്കർ 1:1, എഫേസോസിലെ സഭ വെളിപ്പാട് 2:1. പുതിയ നിയമ സഭയുടെ വിശേഷതകൾ എന്താണെന്ന് നോക്കാം. 1. ക്രിസ്തുയേശുവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. 2. ക്രിസ്തുയേശുവിനാൽ വിളിക്കപ്പെട്ടവർ. 3. വിശുദ്ധന്മാരുടെ കൂട്ടം 1 കൊരിന്ത്യർ 3:17 നോക്കുക. 4. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കൂട്ടം. 5. സഭയിലെ അംഗങ്ങളെല്ലാം പുരോഹിതന്മാരാണ്. 1 പത്രോസ് 2:5-9 വാക്യങ്ങൾ. 6. ശരീരമാകുന്ന സഭയുടെ തല ക്രിസ്തുവാണ്. 1 കൊരിന്ത്യർ 12:27, എഫേസ്യർ 5:23, കൊലോസ്യർ 1:18. ദൈവസഭയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. രക്ഷിക്കപ്പെട്ട അഥവാ വീണ്ടും ജനിച്ച ദൈവമക്കളാണ് സഭയിലെ അംഗങ്ങൾ. ഒരു പള്ളിയിൽ ക്രമമായി പോയി പ്രാർത്ഥിച്ചാലോ പാട്ടുപാടിയാലോ ആരാധനാ സൂക്തങ്ങൾ ചൊല്ലിയാലോ കുർബാനകൾ അർപ്പിച്ചാലോ സ്തോത്രകാഴ്ചകൾ നൽകിയാലോ ദൈവസഭയുടെ അംഗങ്ങളാകുന്നില്ല. കർത്താവാണ് രക്ഷിക്കുന്നതും സഭയോട് ചേർക്കുന്നതും. അപ്പോസ്തലപ്രവൃത്തി 2:47 നോക്കുക. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഒരു പള്ളിയിലോ സഭാവുകളിലോ ആരെങ്കിലും ചെല്ലുമ്പോൾ അവിടുത്തെ പുരോഹിതനോ മേലധ്യക്ഷനോ പാസ്റ്ററോ സഭാ രജിസ്റ്ററിൽ അവരുടെ പേരെഴുതി ചേർത്താൽ ദൈവസഭയുടെ അംഗമാകുന്നില്ല. രക്ഷിക്കപ്പെടുമ്പോൾ ഒരു ദൈവോഹിതൽ സാർവത്രിക സഭയുടെ അംഗമായി തീരുന്നു. അവനെ കർത്താവാണ് സഭയോട് ചേർക്കുന്നതും ജീവപുസ്തകത്തിൽ പേരെഴുതുന്നതും. രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനം ഏറ്റ ഒരു വിശ്വാസി അതേ അനുഭവമുള്ള വിശ്വാസികളുമായി ദൈവത്തെ ആരാധിക്കണം. ഇപ്രകാരമുള്ള വിശ്വാസികളാണ് ഒരു പ്രാദേശിക സഭയിലെ അംഗങ്ങൾ. വിശ്വാസികളുടെ പേരുകൾ പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. 1. വിശ്വാസികൾ അപ്പോസ്തലപ്രവൃത്തി 2:44, യോഹന്നാൻ 14:1-2, ഗലാത്യർ 3:6, 7, 9 വാക്യങ്ങൾ, എബ്രായർ 11:1, 2, 3, 6 വാക്യങ്ങൾ. 2. ശിഷ്യന്മാർ അപ്പോസ്തലപ്രവൃത്തി 6:1, മത്തായി 28:18-20 വരെയുള്ള വാക്യങ്ങൾ. 3. വിശുദ്ധന്മാർ അപ്പോസ്തലപ്രവൃത്തി 9:32, റോമർ 1:3, 1 കൊരിന്ത്യർ 1:2, 2 കൊരിന്ത്യർ 1:1, എഫേസ്യർ 1:1. 4. സഹോദരന്മാർ അപ്പോസ്തലപ്രവൃത്തി 10:23, മത്തായി 23:9, എബ്രായർ 2:10-15 വരെ, മത്തായി 28:10. 5. ക്രിസ്ത്യാനികൾ അപ്പോസ്തലപ്രവൃത്തി 11:26, അപ്പോസ്തലപ്രവൃത്തി 26:28, 1 പത്രോസ് 4:16. 6. തിരഞ്ഞെടുക്കപ്പെട്ടവർ എഫേസർ 1:4, യോഹന്നാൻ 15:16. 7. നീതീകരിക്കപ്പെട്ടവർ റോമർ 5:1. 8. വിശുദ്ധീകരിക്കപ്പെട്ടവർ എബ്രായർ 10:10. 9. വീണ്ടെടുക്കപ്പെട്ടവർ 1 പത്രോസ് 1:18. 10. വീണ്ടും ജനിച്ചവർ 1 പത്രോസ് 1:23. 11. നിത്യജീവന് പ്രാപിച്ചവർ 1 യോഹന്നാൻ 5:13. 12. വൃതന്മാർ 1 പത്രോസ് 1:2. 13. തിരഞ്ഞെടുക്കപ്പെട്ട ജാതി 1 പത്രോസ് 2:9. 14. രാജകീയ പുരോഹിത വർഗം 1 പത്രോസ് 2:9. 15. വിശുദ്ധ വംശം 1 പത്രോസ് 2:9. 16. സ്വന്ത ജനം 1 പത്രോസ് 2:9. 17. ദൈവമക്കൾ 1 യോഹന്നാൻ 3:1. 18. വിശ്വസ്ത സഹോദരന്മാർ കൊലോസ്യർ 1:1. 19. വിശുദ്ധ സഹോദരന്മാർ എബ്രായർ 3:1. 20. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ എബ്രായർ 3:1.
ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അലങ്കാര പ്രയോഗങ്ങൾ അഥവാ സാദൃശ്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കാം. ഒന്ന്, ഇടയനും ആടും തമ്മിലുള്ള ബന്ധം പോലെ. യോഹന്നാൻ 10:11, 14, 16, എബ്രായർ 13:20, 1 പത്രോസ് 5:2-4, 1 പത്രോസ് 2:25, അപ്പോസ്തല പ്രവൃത്തി 20:28, 29. രണ്ടാമതായി, മഹാപുരോഹിതനും പുരോഹിത വർഗവും. എബ്രായർ 3:1, 4:14, 5:1, 6:20, 7:26, 1 പത്രോസ് 2:5 മുതൽ 9 വരെ. 3, മണവാളനും മണവാട്ടിയും. 2 കൊരിന്ത്യർ 11:2, എഫേസ്യർ 5:25 മുതൽ 27 വരെ, യോഹന്നാൻ 3:29, വെളിപ്പാട് 19:6 മുതൽ 8 വരെ, 21:2, 22:17. 4, ശിരസും ശരീരവും. എഫേസ്യർ 1:22, 5:23, കൊലോസ്യർ 1:18. 5, മുന്തിരിവള്ളിയും കൊമ്പുകളും. യോഹന്നാൻ 15:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 6, മൂലക്കല്ലും കല്ലുകളും. എഫേസ്യർ 2:20 മുതൽ 22 വരെ, 1 പത്രോസ് 2:4 മുതൽ 9 വരെ. 7, ഗുരുവും ശിഷ്യന്മാരും. മത്തായി 11:29, മർക്കോസ് 1:17, യോഹന്നാൻ 3:2, യോഹന്നാൻ 13:4.